الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالحق بشيرًا ونذيرًا وداعيًا إلى الله بإذنه وسراجًا منيرًا اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي أيها الإخوان والأخوات أوصيكم وإياي أولا بتقوى الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم لله ملك السماوات والأرض يخلق ما يشاء يهب لمن يشاء إناثا ويهب لمن يشاء الذكور أو يزوجهم ذكرانا وإناثا ويجعل من يشاء عقيما إنه عليم قدير. സ്നേഹമുള്ള വിശ്വാസിനി, നമ്മെ എല്ലാവരെയും സൃഷ്ടിക്കുകയും ധാരാളം അനുഗ്രഹങ്ങൾ നൽകി നമ്മെ പരിപാലിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഏകനായ കാരുണ്യവാനായ സർവ്വലോക പരിപാലകനായ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ചുകൊണ്ട് യഥാർത്ഥ വിശ്വാസികളായി ജീവിക്കാൻ എന്നെയും നിങ്ങളെയും ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ ഇഷ്ടപ്പെടുന്ന വഴിയെ ജീവിക്കാൻ നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നാം അനുഭവിക്കുന്ന എല്ലാത്തരം പ്രയാസങ്ങൾക്കും അല്ലാഹു നമുക്ക് ആശ്വാസം നൽകുമാറാകട്ടെ. രോഗികൾക്ക് അല്ലാഹു ശിഫ നൽകുമാറാകട്ടെ. മരണപ്പെട്ടവർക്ക് അല്ലാഹു മഗ്ഫിറത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. കരളലിയിപ്പിക്കുന്ന, കണ്ണിനെ നനയിക്കുന്ന, മനസ്സ് വല്ലാതെ സങ്കടപ്പെട്ടു പോകുന്ന വാർത്തകൾ പത്രമാധ്യമങ്ങളിലൂടെയും സോഷ്യൽ മീഡിയ സംവിധാനങ്ങളിലൂടെയും ദിനേന നമ്മൾ
നമ്മുടെ പൊന്നോമന മക്കളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ധാരാളം കാര്യങ്ങൾ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നു. നമ്മുടെ പ്രിയപ്പെട്ട പൊന്നോമന മകൻ ഹനീൻ എന്നു പേരുള്ളൊരു കുട്ടി ദിവസങ്ങൾ വെന്റിലേറ്ററിൽ കിടന്ന് സൗദിയിൽ മരണപ്പെട്ടത് കഴിഞ്ഞ മാസത്തിന്റെ അവസാനത്തിലൊക്കെയായി നമ്മൾ കേൾക്കുകയുണ്ടായി. അല്ലാഹു കുട്ടിക്ക് സ്വർഗം നൽകുമാറാകട്ടെ. കഴിഞ്ഞ 2-3 ദിവസങ്ങളായി തിരുവമ്പാടിയിലുള്ള നമ്മുടെ ഒരു സജീവ പ്രവർത്തകന്റെ കുട്ടി കരൾ സംബന്ധമായ അസുഖം അനുഭവിക്കുകയും ഇപ്പോൾ കരൾ മാറ്റിവെച്ച് വളരെ ക്രിട്ടിക്കലായ അവസ്ഥയിലൂടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അല്ലാഹു കുട്ടിക്ക് പൂർണ്ണ ശിഫ പ്രദാനം ചെയ്യുമാറാകട്ടെ. സഹോദരങ്ങളെ, ഇത്തരം വാർത്തകളിൽ ആ രക്ഷിതാക്കളുടെ മനസ്സ് അവരെത്രത്തോളമാണ് അവരുടെ കുട്ടികളെ സ്നേഹിക്കുന്നത്, ഇഷ്ടപ്പെടുന്നത് എന്ന് സോഷ്യൽ മീഡിയയിലുള്ള അവരുടെ വോയിസുകളും എഴുത്തുകളും കാണുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നുണ്ട്. ആവർത്തിച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞ് ഓരോ മിനിറ്റിലും എന്ന് പറയുന്ന രൂപത്തിൽ ആ പിതാവ് മെസ്സേജ് അയച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഹനീന്റെ പിതാവ് മരണത്തിന് ശേഷം അവനെക്കുറിച്ച് എഴുതിയ വരികൾ കണ്ണു നിറയാതെ നമുക്ക് വായിക്കാനാവുകയില്ല. എന്നാൽ മറുഭാഗത്ത് നമ്മൾ വേദനിക്കുന്ന മറ്റൊരു വാർത്ത കൂടി കാണുന്നുണ്ട്. നെടുമങ്ങാടുള്ള 1.5 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു കുഞ്ഞു പൈതൽ മാതാവിന്റെ കാമുകനാൽ വേദനകൾ അനുഭവിക്കേണ്ടി വരികയും ആ പൊന്നുമോന്റെ 2 കൈകളും തല്ലിയൊടിച്ച അവസ്ഥയിൽ സിഗരറ്റ് കുറ്റികൾ കൊണ്ട് 50-ലധികം മുറിവുകൾ ആ കുട്ടിയുടെ ശരീരത്തിൽ വരുത്തിയതിന്റെ വാർത്തകൾ നമ്മൾ കാണുകയുണ്ടായി. പ്രസവിച്ച പൊന്നുമോനെ ഈ നിലക്ക് വേദന അനുഭവിച്ച് മരണപ്പെട്ടപ്പോൾ പോലും ആ അമ്മ കാമുകന് വേണ്ടി സംസാരിക്കുന്നത് നാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. സഹോദരങ്ങളെ, ഈ അനുഭവങ്ങളൊക്കെ മുന്നിൽ വെച്ച് നമുക്കും അല്ലാഹു മക്കളെ തന്നിട്ടുണ്ട്. ആ മക്കളോട് നമ്മുടെ മനസ്സെന്താണ് എന്ന് നമ്മൾ തീർച്ചയായും പരിശോധിക്കേണ്ടതുണ്ട്. ഒരുപക്ഷെ വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിച്ചിട്ട് നാളേറെയായിട്ടും കുട്ടികളെ കിട്ടാതെ സങ്കടപ്പെടുന്നവർ നമ്മുടെ കൂട്ടത്തിലുണ്ട്. അല്ലാഹു അവർക്ക് സ്വാലിഹീങ്ങളായ സന്താനങ്ങളെ നൽകുമാറാകട്ടെ. നമ്മുടെ മക്കളുടെ കാര്യത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കളോട് പെരുമാറിയതിന്റെ അത്ഭുതകരമായ ചരിത്രങ്ങൾ നമുക്ക് വായിക്കാൻ കഴിയും ഹദീസുകളിൽ. ആ ചരിത്രത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മക്കളുടെ കാര്യത്തിൽ മാതൃകയാക്കാൻ മാതാവെന്ന നിലക്ക്, പിതാവെന്ന നിലക്ക് എനിക്കും നിങ്ങൾക്കും എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട സഹോദരിമാർക്കും കഴിഞ്ഞിട്ടുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കണം. നിഷ്കളങ്കമായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കളോട് കാണിച്ച സ്നേഹം. ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ്, ഖദിമ നാസും മിനൽ അഅറാബി അലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത അറാബികളായ കുറച്ച് ആളുകൾ വന്നു. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കാണ്, ആ തുഖബ്ബിലൂന സ്വിബിയാനക്കും? ഖാലു നഅം. നിങ്ങൾ നിങ്ങളുടെ കുട്ടികളെ ഉമ്മ വെക്കാറുണ്ടോ, ചുംബിക്കാറുണ്ടോ? അപ്പൊ അതേ എന്ന് പറഞ്ഞു. ഫഖാലു, ആ സമയത്ത് അവർ പറയാണ്, മാ നുഖബ്ബിൽ, ഞങ്ങൾ ഞങ്ങളുടെ കുട്ടികളെ ചുംബിക്കാറില്ല. ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വ അംലികു ഇൻ കാന അല്ലാഹു നസഅ മിൻകുമുർ റഹ്മ, നിങ്ങളിൽ നിന്ന്, നിങ്ങളുടെ മനസ്സിൽ നിന്ന്, ഹൃദയത്തിൽ നിന്ന് അല്ലാഹു കാരുണ്യം എടുത്തു കളഞ്ഞാൽ എനിക്കെന്ത് ചെയ്യാനാകുമെന്ന്. കാരുണ്യം മനസ്സിലുണ്ടോ, നന്മ മനസ്സിലുണ്ടോ, അവർക്ക് അവരുടെ കുട്ടികളെ ഒന്ന് ചുംബിക്കാതിരിക്കാൻ കഴിയുകയില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കാൻ. സഹോദരങ്ങളെ, എത്ര ദിവസമായി നമ്മൾ നമ്മുടെ കുട്ടികൾക്കൊരു ചുംബനം കൊടുത്തിട്ട്? ചിലപ്പോഴെങ്കിലും ആളുകൾ ചിന്തിക്കും, അവൻ അതിന് മാത്രം ചെറിയ കുട്ടിയൊന്നും അല്ലല്ലോ. ഒരിക്കൽ
10ാം ക്ലാസ്സിലും +1-ലും +2-ലും പഠിക്കുന്ന ആൺകുട്ടികളുടെ ഒരു ക്യാമ്പിൽ അവരുടെ ഉമ്മമാരോടായിരുന്നു എനിക്ക് സംസാരിക്കാനുണ്ടായിരുന്നത്. ആ കുട്ടികൾ തന്ന ഫീഡ്ബാക്കിലുള്ളത്, ഉമ്മയിൽ നിന്ന് ഒരു ചുംബനം കിട്ടാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്, പക്ഷെ അനുജനെ ചുംബിക്കുന്നത് പോലും ഞാൻ കണ്ടിട്ടില്ല എന്നതാണ് ഒരു കുട്ടിയുടെ ഫീഡ്ബാക്ക്. സഹോദരങ്ങളെ, മുതിർന്ന ആൺകുട്ടികൾ പോലും സ്വന്തം ഉമ്മ എന്നെ ഒന്ന് ചേർത്തുപിടിച്ച് ബാപ്പ എനിക്കൊരു മുത്തം തന്നിരുന്നെങ്കിൽ എന്നാഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വിവാഹത്തിന് ശേഷം പോലും ഫാത്തിമ റളിയല്ലാഹു അൻഹയെ ആ നിലക്ക് പരിഗണിച്ചുവെങ്കിൽ നമുക്ക് നമ്മുടെ മക്കളെ അങ്ങനെ പരിഗണിക്കാൻ സാധിച്ചിട്ടുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കണം. എല്ലാ സന്ദർഭത്തിലും കളങ്കമില്ലാതെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ സ്നേഹം മക്കൾക്ക് നൽകിയിട്ടുണ്ട്. അബ്ദുല്ലാഹി ഇബ്നു ഷദ്ദാദ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ പിതാവിൽ നിന്ന് ഒരു സംഭവം ഉദ്ധരിക്കുന്നുണ്ട്. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മഗ്രിബോ അല്ലെങ്കിൽ ഇശാഓ നിസ്കാരത്തിന്റെ സമയത്ത് ഒരു സുജൂദ് കുറച്ചധികം ദീർഘമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിർവഹിക്കുന്നുണ്ട്. സുജൂദിൽ നിന്ന് എഴുന്നേൽക്കുന്നില്ല. അപ്പൊ ഷദ്ദാദ് റളിയല്ലാഹു അൻഹുവിന്റെ ഉപ്പ പറയാണ്, അദ്ദേഹം സുജൂദിൽ നിന്നൊന്ന് തലപൊക്കി നോക്കി എന്നാണ്, എന്തെങ്കിലും റസൂലിന് പറ്റിയതാണോ എന്നറിയാൻ. അപ്പോൾ അദ്ദേഹത്തിന്റെ പുറത്ത് പേരക്കുട്ടികളിൽ ഒരാളുണ്ട്. അപ്പോൾ ആ പിതാവ്, ഷദ്ദാദിന്റെ പിതാവ് റളിയല്ലാഹു അൻഹു, അദ്ദേഹം തിരിച്ച് സുജൂദിലേക്ക് തന്നെ പോയി. നിസ്കാരം കഴിഞ്ഞപ്പോൾ സ്വഹാബത്ത് ചോദിച്ചു, യാ റസൂലല്ലാഹ്, ഇന്നക സജദ്ത ബൈന ളഹ്റാനി സ്വലാതിക സജദതൻ അത്വൽതഹാ. നബിയെ, നിങ്ങൾ നിസ്കാരത്തിൽ ഒരു സുജൂദ് വല്ലാതെ ദീർഘിപ്പിച്ചല്ലോ. ഹത്താ ളനന്ന അന്നഹു ഖദ് ഹദസ അംറുൻ ഔ അന്നഹു യൂഹാ ഇലൈക്. ഞങ്ങൾ വിചാരിച്ചത് നിങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചു, അല്ലെങ്കിൽ നിങ്ങൾക്കിപ്പോൾ വഹി വന്നുകൊണ്ടിരിക്കുകയാണ് എന്ന് ഞങ്ങൾ ചിന്തിച്ചു പോയി. അത്ര നേരം സുജൂദ് ദീർഘിച്ചു പോയല്ലോ. ഖാല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കുല്ലു ദാലിക ലം യകുൻ. നിങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല. വലാകിൻ ഇബ്നൈ ഇർതഹലനി ഫകരിഹ്തു അൻ ഉഅജ്ജില ഹത്താ യഖ്ദി ഹാജത. എന്റെ പേരക്കുട്ടികളിൽ ഒരാൾ എന്നെ വാഹനമാക്കുന്ന രൂപത്തിൽ അവൻ എന്റെ പുറത്ത് കയറിയിരുന്നു. അപ്പോൾ അവൻ എന്താണോ ആവശ്യം അതവൻ നിർവഹിക്കുന്നത് വരെ ഞാൻ ധൃതി കാണിച്ചില്ല. അവൻ സ്വമേധയാൽ ഇറങ്ങിപ്പോകുന്നത് വരെ ഞാൻ ധൃതി കാണിക്കാതിരുന്നതാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രതികരിക്കുകയാണ്. സഹോദരങ്ങളെ, നിസ്കാരത്തിൽ സുജൂദിൽ നൂറുകണക്കിന് സ്വഹാബിമാർ പിന്നിലുണ്ടെന്നറിഞ്ഞിട്ടും സ്വന്തം കുട്ടിയെ വേദനിപ്പിക്കാതെ സ്നേഹിച്ചു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ ഒരു നിഷ്കളങ്കമായ സ്നേഹം എല്ലായിടത്തും പരിഗണിച്ച് നമുക്ക് നിർവഹിക്കാൻ കഴിയുന്നുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കണം. കുട്ടികളുടെ അവകാശങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വകവെച്ചു കൊടുത്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഒരിക്കൽ ഒരു പാനീയം കൊണ്ടുവരപ്പെട്ടു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു പതിവാണ് അത് കുടിച്ച് മറ്റുള്ളവർക്കും കുടിക്കാൻ കൊടുക്കും. അപ്പൊ ഇസ്ലാമികമായ ഒരു സദസ്സിൽ ഒരു വസ്തു വിതരണം ചെയ്യുമ്പോൾ വലതുഭാഗത്തേക്കാണ് വിതരണം ചെയ്ത് തുടങ്ങേണ്ടത്. അതൊരു സുന്നത്താണ്. അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ പാനീയം കുടിച്ചു കഴിഞ്ഞപ്പോ വലതുഭാഗത്തുള്ളത് ഒരു കുട്ടിയും ഇടതുഭാഗത്തുള്ളത് മുതിർന്ന സ്വഹാബിമാരുമാണ്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ കുട്ടിയോട് ചോദിച്ചു. ഫഖാലിൽ ഗുലാം, സഹൽ ഇബ്നു സഈദ് സാഇദ് റളിയല്ലാഹു അൻഹു പറയാണ്, നബി ചോദിച്ചു, ഫഖാലിൽ ഗുലാം അത്തഇദനു ലീ അൻ ഉഅതിയ ഹഉലാഇ. മോനെ, ഈ മുതിർന്ന ആളുകൾക്ക് ഇത് കൊടുക്കാൻ നീ എന്നെ അനുവദിക്കുമോ? അപ്പൊ ഫഖാലൽ ഗുലാം, ആ കുട്ടി പറഞ്ഞു, ലാ വല്ലാഹി യാ റസൂലല്ലാഹ് ലാ ഊസിറു ബിനസീബി മിൻക അഹദ. താങ്കളിൽ നിന്ന് എനിക്ക് കിട്ടാനുള്ള ഓഹരി ഞാൻ വേറെ ആർക്കും കൊടുക്കൂല റസൂലേ. സഹൽ ഇബ്നു സഈദ് റളിയല്ലാഹു അൻഹു പറയാണ്, ഫതല്ലഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ യദി. ആ കുട്ടിയുടെ കയ്യിൽ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ പാനപാത്രം ഏൽപ്പിച്ചു എന്ന്. നോക്കൂ നിങ്ങൾ, ഈ ഹദീസ് വിശദീകരിക്കുമ്പോൾ മുൻഗാമികൾ പറയാണ്, ഒരു കുട്ടിയുടെ അവകാശത്തെ പരിഗണിച്ചു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമുക്ക് നമ്മുടെ കുട്ടികളെ പരിഗണിക്കാനും അവരുടേതായ അവകാശങ്ങളെ വകവെച്ചു കൊടുക്കാനും ഞാനും നിങ്ങളും പരിശ്രമിക്കാറുണ്ടോ, നമുക്ക് കഴിയാറുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കണം. മറ്റൊന്ന് നമുക്ക് കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വന്തം കുട്ടികളോട് മാത്രമല്ല മറ്റുള്ള ആളുകളുടെ കുട്ടികളോട് പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എത്ര സ്നേഹമാണ് കാണിച്ചത്. അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പറയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോളം നല്ല സ്വഭാവമുള്ള ഒരാളെയും ഞാൻ കണ്ടിട്ടില്ല. എനിക്ക് വളരെ ചെറിയ
ഒരു സഹോദരൻ, വിശദീകരണങ്ങളിൽ കാണാം പാലുകൂടി കഴിഞ്ഞ് കുറച്ചായിട്ടേ ഉള്ളൂ. അബൂ ഉമൈർ എന്ന് പേരുള്ള ഒരു സഹോദരൻ എനിക്കുണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എപ്പോഴും ആ കുട്ടിയോട് ചോദിക്കും, അബൂ ഉമൈർ മാ ഫഅല നുഗൈർ, അബൂ ഉമൈറെ ആ നിന്റെ കുരുവിയുടെ വിശേഷം എന്താണ്? ആ കുട്ടിയുടെ അടുത്ത് ഒരു കുഞ്ഞു കുരുവി, അതിനെ കൊണ്ട് ആ കുട്ടി കളിക്കാറുണ്ട്. നബി ആ കുട്ടിനെ കാണുമ്പോൾ ചോദിക്കുന്നതാണ്, മോനെ നിന്റെ ഈ കുരുവിക്കുഞ്ഞിന്റെ വിശേഷം എന്താണ് എന്ന് ചോദിച്ച് മറ്റുള്ളവരുടെ കുട്ടികളോട് പോലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പരിഗണന കാണിച്ചു എന്ന്. ഒരു ഉപ്പ എന്ന നിലക്ക്, ഉമ്മ എന്ന നിലക്ക് എനിക്കും നിങ്ങൾക്കും സഹോദരങ്ങളെ, സഹോദരിമാരെ, നമുക്കിതിനൊക്കെ സാധിക്കുന്നുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കണം. ഇതിന്റെ അർത്ഥം തെറ്റുകൾ വകവെച്ചു കൊടുക്കണമെന്നല്ല. അതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ നമുക്ക് മാതൃക കാണിച്ചു തന്നിട്ടുണ്ട്. ഈ പേരക്കുട്ടികളിൽ ഒരാളായ ഹസൻ റളിയല്ലാഹു അൻഹു ഒരിക്കൽ ബൈത്തുൽ മാലിൽ നിന്നുള്ള, സ്വതക്കയിൽ നിന്നുള്ള ഒരു ഈത്തപ്പഴം വായിലിട്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അത് വായിൽ കൈയിട്ട് പുറത്തു കളഞ്ഞിട്ട് പറഞ്ഞു, ഇർമി ബിഹാ അമാ അലിംത അൻ ലാ അന്നാ ലാ നഅകുലു സ്വദഖ, മോനെ അത് നീ വലിച്ചെറിയ, നീ ദൂരെ കളയ്, സ്വതക്കയിൽ നിന്ന് നമ്മൾ ഭക്ഷിക്കുകയില്ല എന്ന് നിനക്കറിയുകയില്ലേ എന്നാണ്. സഹോദരങ്ങളെ, ഈ മാതൃകകളൊക്കെ മക്കളെ കാര്യത്തിൽ പരിഗണിച്ച് സ്നേഹിക്കേണ്ടിടത്ത് സ്നേഹിച്ചും തിരുത്തേണ്ടിടത്ത് തിരുത്തിയും നമ്മളിൽ നിന്നൊരു അനുകമ്പയും ഒരു പരിഗണനയും മക്കൾ അനുഭവിക്കുന്നുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കണം. അള്ളാന്റെ അനുഗ്രഹമാണ് കുട്ടികൾ. അള്ളാഹ് പറഞ്ഞില്ലേ, ലില്ലാഹി മുൽക്കുസ് സമാവാതി വൽ അർദ് യഖ്ലുഖു മാ യശാ യഹബു ലിമൻ യശാഉ ഇനാസ വയഹബു ലിമൻ യശാഉ ദുകൂർ. അള്ളയാണ് ആർക്ക് ഏത് കുട്ടി ഉണ്ടാകണം തീരുമാനിക്കുന്നത്. ചിലർക്ക് ആൺകുട്ടികളെ കൊടുക്കുന്നത്, ചിലർക്ക് പെൺകുട്ടികളെ കൊടുക്കുന്നത് അള്ളാഹുവാണ്. ഔ യുസവ്വിജുഹും ദുക്റാനം വഇനാസ, ചിലർക്ക് ആണിനെയും പെണ്ണിനെയും ഇടകലർത്തി കൊടുക്കുന്നത് അള്ളാഹുവാണ്. വയജഅലു മൻ യശാഉ അഖീമ, ചിലരെ മക്കളില്ലാത്തവരാക്കി മാറ്റുന്നതും അള്ളയാണ് എന്നാണ്. അള്ള തന്ന അനുഗ്രഹമാണ് നമ്മുടെ പൊന്നുമക്കൾ. അവരോടുള്ള ഉത്തരവാദിത്വം നമ്മൾ നിർവഹിക്കണം. ഒരിക്കലൊരു വീട്ടിൽ ഒരു പ്രോഗ്രാമിന് ഒരു കുടുംബത്തെ ക്ഷണിക്കാൻ വേണ്ടി സ്കോഡ് പോയപ്പോ ആ വീട്ടിൽ അവരുടെ പെയിന്റിംഗ് വർക്കിന്റെ ഫിനിഷിംഗ് സമയത്താണ്. അപ്പൊ അവരുടെ വീട്ടിൽ ഒരു ഡിസൈൻ ഉണ്ട് ചുമരിൽ, അതിനൊരു ഗോൾഡൻ കളർ പെയിന്റ് കൊടുത്തുകൊണ്ടിരിക്കാൻ. അപ്പൊ കൂടെയുള്ള ഒരാൾ തമാശയിൽ പറഞ്ഞു, ഉള്ള സ്വർണം മുഴുവൻ ചുമരിൽ തേച്ച് കളയാണോ? ആ വീട്ടിലെ ആ ഭാര്യ ഭർത്താക്കന്മാർക്ക് മക്കളില്ല. തമാശയിൽ ചോദിച്ച ചോദ്യത്തോട് ആ സ്ത്രീ പ്രതികരിച്ചത്, ഞങ്ങളുടെ സ്വർണം ചുമരിൽ കളയല്ലാതെ കൊടുക്കാൻ ഒരു കുട്ടിയില്ലല്ലോ എന്ന ഉമ്മ പ്രതികരിച്ചു. സഹോദരങ്ങളെ, കുട്ടികളില്ലാത്തവരുടെ വേദന അതില്ലാത്തവർക്കേ അറിയൂ. വർഷങ്ങളായി ചികിത്സയും ഭീമമായ സംഖ്യ കൊടുത്ത് മരുന്നും കുടിച്ച് ശരീരത്തിൽ വരുന്ന വേദനകൾക്ക് ഒരു പെയിൻ കില്ലർ പോലും കഴിക്കാൻ പറ്റാതെ, ഒരു പനി വന്നാൽ ഒരു പാരസെറ്റമോൾ പോലും ഉപയോഗിക്കാൻ കഴിയാതെ മക്കൾക്ക് വേണ്ടി ചികിത്സ നടത്തുന്ന ഒരു പെണ്ണിനോട് നിങ്ങൾ ചോദിക്കണം, കുട്ടി എന്നത് എത്ര വലിയ ആഗ്രഹമാണ് എന്ന്. അധ്വാനത്തിന്റെ ഭീമമായ സംഖ്യയെടുത്ത് അവളെ ചികിത്സിക്കുന്ന അവളുടെ ഭർത്താവിനോട് ചോദിക്കണം, ഒരു കുട്ടിക്ക് വേണ്ടി മനസ്സെത്ര കൊതിക്കുന്നുണ്ട് എന്ന്. എനിക്കും നിങ്ങൾക്കും അല്ലാഹു 2-3 മക്കളെ തന്നിട്ട് നന്ദി കാണിക്കുന്ന ഒരു ബാപ്പയാകാൻ, ഉമ്മയാകാൻ നമുക്ക് പറ്റിയിട്ടുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കണം. അതല്ല, മക്കൾ അനുഭവിച്ച വേദനയുടെ കഷ്ടപ്പാടിന്റെ കണക്ക് നമ്മുടെ മക്കൾ പരലോകത്ത് നമ്മളെ കുറിച്ച് പറയോ നമ്മൾ ചിന്തിക്കണം. നീതിയോടുകൂടി നമ്മൾ അവരോട് പെരുമാറണം. നമ്മുടെ കൺകുളിർമയായി, കരളിന്റെ കഷ്ണങ്ങളായി നമ്മുടെ മക്കളെ നമ്മൾ വളർത്തണം. നിലനിൽക്കുന്ന നന്മയാണ് മക്കളെന്ന് തിരിച്ചറിയണം. നമ്മുടെ ബന്ധങ്ങളുടെ കണ്ണി മക്കളിലൂടെയാണ് വലുതാകുന്നത് എന്ന് നമ്മൾ തിരിച്ചറിയുക. നല്ല മാതാവാവുക, പിതാവാവുക. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ കരീം വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സ്നേഹമുള്ള വിശ്വാസിനികളെ, അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കാൻ ഒരിക്കൽ കൂടി ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്ന് ജൂൺ 5 പരിസ്ഥിതി ദിനവുമായി ബന്ധപ്പെട്ട് കുറേ മെസ്സേജുകൾ വരും. പൊതുവെ അതിൽ കാണുന്ന ഒരു ഹദീസാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇൻ ഖാമത്തി സാഅ വബിയഹ്ദി അഹദികും ഫസീലത്തുൻ ഫൈൻ ഇസ്തതാഅ അൻ ലാ യഖൂമ ഹത്താ യഗ്രിസഹാ ഫൽയഫ്അൽ. ലോകാന്ത്യം സംഭവിക്കുമ്പോൾ നിങ്ങളുടെ കയ്യിൽ ഒരു ചെടിയുണ്ടെങ്കിൽ, ഒരു തൈ ഉണ്ടെങ്കിൽ,
ലോകാവസാനത്തിന് മുൻപ് അത് കൃഷി ചെയ്യാൻ സാധിക്കുമെങ്കിൽ നിങ്ങൾ ചെയ്യണം. ആ ഹദീസിന്റെ വിശദീകരണത്തിൽ കുറേ കാര്യങ്ങളുണ്ട്. ഒന്ന്, ഭൂമിയെ എപ്പോഴും സമൃദ്ധിയായി നിലനിർത്താൻ അള്ളാഹു പ്രോത്സാഹിപ്പിക്കുന്നു എന്ന്. മറ്റൊന്ന്, നമുക്കും മറ്റുള്ളവർക്കും ഉപകാരപ്പെടുന്ന കാര്യങ്ങൾ എപ്പോഴും ചെയ്യണം. അവസാന സമയവും നന്മ ചെയ്യാൻ കഴിയുന്നത്ര നമ്മൾ പരിശ്രമിക്കണം. ഈ പാഠങ്ങളൊക്കെ ഈ ഹദീസിൽ നിന്ന് ഉൾക്കൊണ്ട് നമുക്ക് നമ്മുടെ പ്രകൃതിയോട് ചെയ്യാൻ കഴിയുന്ന നന്മകളൊക്കെ ചെയ്ത് മുന്നോട്ട് പോകാൻ നമ്മൾ പരിശ്രമിക്കുക. അള്ളാഹു എല്ലാ നന്മകൾക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാ തിന്മകളിൽ നിന്ന്, അരുതായ്മകളിൽ നിന്ന് അകന്ന് ജീവിക്കാൻ അള്ളാഹു നമ്മെ തുണക്കുമാറാകട്ടെ. റബ്ബ് സുബ്ഹാനഹു വ തആല മാരകമായ രോഗങ്ങളിൽ നിന്ന്, അപകടങ്ങളിൽ നിന്ന്, അപകട മരണങ്ങളിൽ നിന്ന്, ശാരീരിക, സാമ്പത്തിക, മാനസിക പ്രയാസങ്ങളിൽ നിന്ന്, പ്രതിസന്ധികളിൽ നിന്ന് നമ്മെ എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. രോഗത്തിന്റെ പ്രയാസങ്ങൾ അനുഭവിക്കുന്നവർക്ക് അള്ളാഹു പൂർണ്ണ ശിഫ പ്രദാനം ചെയ്യുമാറാകട്ടെ. മരണപ്പെട്ടവർക്ക് അള്ളാഹു മഗ്ഫിറത്ത് നൽകുമാറാകട്ടെ. തൗഹീദിലായി ജീവിച്ചു മരിക്കാൻ അള്ളാഹു നമ്മെ തുണക്കുമാറാകട്ടെ. ഞാൻ നേരത്തെ പറഞ്ഞ നമ്മുടെ പൊന്നുമോൻ കരൾ മാറ്റിവെച്ച് ചികിത്സയിൽ മുന്നോട്ട് പോകുന്ന കുട്ടിക്ക് അള്ളാഹു പൂർണ്ണ ആഫിയത്തും ശിഫയും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മയും നമ്മുടെ മക്കളെയും അള്ളാഹു അത്തരം പ്രയാസങ്ങളിൽ നിന്ന് കാത്തുരക്ഷിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് والمسلمين والمسلمات ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار وسلام على المرسلين والحمد لله رب العالمين.